ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പോൾ ഞാൻ പലതരം ബീഫ് കറി, റോസ്റ്റ്, ഫ്രൈ എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ബീഫ് കറിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബീഫ് കറി ഉണ്ടാക്കാം. ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, കണ്ടിട്ട് ഇഷ്ടം. ആദ്യം നമുക്ക് ബീഫ് വേവിക്കണം. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ബീഫ് ആദ്യം വേവിച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഇത്ര മാത്രം ചേർത്താൽ മതി, കാരണം നമ്മൾ ഇത് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. സമയം ഉണ്ടെങ്കിൽ എല്ലാ മസാലകളും ചേർത്ത് ബീഫ് അതിൽ വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. കറി ആയതുകൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 വിസിലും കുറഞ്ഞ തീയിൽ പിന്നെ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ബീഫ് വെന്തു. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ മസാലകളൊക്കെ വഴറ്റാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഞാൻ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള ഒന്ന് വാടി തുടങ്ങിയാൽ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി ഇതെല്ലാതും ചേർത്ത് കൊടുക്കാം. അതെല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി ശരിക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും ചേർക്കുക. ഇനി ഇതെല്ലാം വഴറ്റി ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായി പോകുന്നത് വരെ നമ്മൾ വഴറ്റണം. പച്ചമണം നിന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ശരിക്കും പറഞ്ഞാൽ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ ഒരു കുത്തെടുക്കും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ ശരിക്ക് മൂക്കണം. പിന്നെ നമ്മൾ 3 തക്കാളി, വലിയ തക്കാളി ഉണ്ടെങ്കിൽ 2 മതിട്ടാ. മിക്സിയിൽ വെറുതെ അരച്ചെടുത്താണ്, ബ്ലാഞ്ച് ചെയ്തിട്ടല്ലാതെ വെറുതെ അരച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരണം. അതുവരെ നമ്മളിത് നന്നായിട്ട് വഴറ്റാം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ച് ചേർക്കണം. ഒരു 15-20 അണ്ടിപ്പരിപ്പ് പൊടിക്കുമ്പോൾ നമുക്കൊരു 1/4 കപ്പോളം കാഷ്നട്ട് പൗഡർ കിട്ടും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് മുക്കാനൊന്നുമില്ല, ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോടെ ചേർക്കുക. ബീഫ് നമ്മൾ ആദ്യം വേവിക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് ഈ വേവാത്ത ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ 5 മിനിറ്റോളം ഇതിൽ നന്നായി വഴറ്റണം. അതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടാണ് പിന്നീടാണ് നമ്മൾ തേങ്ങാപ്പാൽ കാര്യങ്ങളെല്ലാതും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മസാലകളെല്ലാതും ബീഫിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റോളം നമ്മൾ തിളപ്പിക്കണം. അങ്ങനെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് ആ തേങ്ങയുടെ ഒരു പച്ചമണമുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തീ കുറച്ചിട്ട് 5 മിനിറ്റ് നേരം നമുക്ക് വീണ്ടും തിളപ്പിക്കണം. അപ്പോഴാണ് ആ പച്ച തേങ്ങ ഇതിനോട് ചേർന്ന് നല്ല ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വീണ്ടും 5 മിനിറ്റ് തിളപ്പിക്കണം. ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ പേര് നോക്കിയിട്ട് എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ കുരുമുളക് പൊടി ചേർക്കേണ്ടത്. എരിവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. എന്തായാലും കുരുമുളക് പൊടി ചേർക്കണം, പക്ഷേ അധികം ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്കതുപോലെ ഗരം മസാല 1/4 മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം മതി, അല്ലെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ വല്ലാത്ത കുത്ത് വരും. അപ്പോൾ അതും 1 ടീസ്പൂൺ മതി. ഇനി ഇതും നമുക്ക് 5 മിനിറ്റ് തീ കുറച്ച് തിളപ്പിക്കണം, ഇതെല്ലാം അതിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതധികം വേണ്ട, ഒരു ചെറിയൊരു ഫ്ലേവർ മതി. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സവോള അല്ലെങ്കിൽ
ചുവന്നുള്ളി. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് വഴറ്റി ചേർക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ സവോള ചേർക്കുന്നത്. ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 10 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് സവോളയും ചേർത്ത് വേപ്പിലയും കൂടിയൊപ്പം ചേർത്ത് വഴറ്റുക. അല്ലെങ്കിൽ ഒരു സവോള കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വഴറ്റി ചേർക്കുക. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രുചികരമായ ബീഫ് കറി റെഡിയായി. അപ്പോൾ ഈ ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചിക്കനിലും മട്ടനിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലത്തെ ഒരു റെസിപ്പിയാണിത്. ബീഫിൽ തന്നെ രുചി ഉണ്ടാവുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബീഫിലാണ് കുറച്ച് കൂടുതൽ രുചി. അത് ബീഫ് ഇഷ്ടമുള്ളവർക്കാട്ടത് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബീഫ് ഇഷ്ടമല്ലെങ്കിൽ മട്ടനിലാണ് കുറച്ചും കൂടെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ മട്ടന് കഴിക്കാത്തവർക്ക് ചിക്കനിൽ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റ്. അതുപോലെ ഞാനൊരു ബീഫ് ഫ്രൈ കാണിച്ചിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിന് ഇതിൽ ഏതാ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം.